അതെ 4 രൂപയുണ്ട്. പോരാ, പോരെങ്കിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയി പറ, ഞങ്ങൾ ഈ വണ്ടി കണ്ടിട്ടുണ്ട്. ആഹാ, ഇത് പോരായോ? ഇയാളുടെ ഒരു തല്ലിപ്പൊളി വണ്ടി. പട്ടണം വരെ കാശ് കൊടുത്തല്ലേ? എന്താ ഇവിടെ? നിങ്ങൾ അകത്തേക്ക് പോകും. എടോ, ഞാൻ രൂപ തരാം. നിഷേധത്തിലും കണ്ടില്ലേ? അമ്മേ, അമ്മയുടെ കാലിന് എന്ത് പറ്റിയമ്മേ? ഒന്നും പറയണ്ട എന്റെ കൊച്ചേ. ഈ പൊയ്ക്കാലിൽ കയറി നടക്കാൻ തുടങ്ങിയതിന് ശേഷം അവർക്ക് നേരെ ജോലി നടക്കാൻ അറിയാൻ മേല. പിന്നെ അങ്ങനെ കളിയാക്കാൻ പറ്റും വേണ്ട. ഞങ്ങളുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങളെ പണ്ടും ചെരുപ്പിട്ടേ നടന്നിട്ടുള്ളൂ. ചെരുപ്പെന്ന് പറയാൻ അറിയാൻ മേല നിനക്ക്. ഒന്നും മിണ്ടായിരുന്നേ. എന്റെ കുടുംബത്തിന്റെ മഹാത്മ്യം ഏതാണ്ട് തുളസി മഹാത്മ്യം പോലെ. വാസുക്കുട്ടൻ എല്ലോടി അവിടെ. മാധവ, മാധവ, എന്റെ കണ്ണിന്റെ ഒട്ടും നന്നായിട്ടില്ലല്ലോ മോളെ. അല്ല, വേണ്ടായിക അരുതായിക പറ്റോ ആണോ? വേണ്ടായികയോ? അതെന്തോന്നമ്മേ? മോൾ എന്നാ കുളിച്ചത്? ഇന്ന് രാവിലെയും കുളിച്ചോമ്മേ. അയ്യോ പൊട്ടിപ്പെണ്ണ്. എടി മോളെ, അതല്ല മാസക്കുളി. എങ്ങനെ അയാളുടെ ഒരു കൊച്ചിനെ ഉടനെ കൈക്കലാക്കാൻ ശ്രമിക്കണം. നീ ഒട്ടും താമസിക്കരുത്. അതൊക്കെ ചങ്കിന് വിലമില്ലാത്ത ചില പിള്ളേർ ഉപയോഗിക്കുന്നല്ലാതെ നമ്മളാരെങ്കിലും സോഡ ഉപയോഗിക്കൂടാ. എടാ, തൊട്ട് നാക്കിയ വെക്കാൻ വല്ലതും കൊണ്ടുപോവാ. ചിപ്സ്, ഫിഷ്, മട്ടനും കുട്ടനും ഒന്നും വേണ്ട. വല്ലതും തൊട്ട് നാക്കിയ വെക്കാൻ വല്ല മുളക് ഉടച്ചതോ വല്ലതും ഉണ്ടെങ്കിൽ ഈ ഒരു ശകലം. മുതലാളി ഇത് കൂട്ടി അടിക്കുന്നത്. ഇത് ആദ്യം അടിച്ച പിന്നെ ഇവൻ അടിക്കും. അതെ, പിന്നെ തൊട്ടര അടിക്കും. ഇവിടെ എന്തിനാ ഇത്രയധികം ജോലിക്കാര്? കാർന്നവന്മാരുടെ കാലം മുതലേ ഇവിടുത്തെ ചോറ് നിന്ന് കഴിയുന്നവരാ. പഴയ കാലമൊന്നും അല്ല ഭാഗീരഥി അമ്മ. ഇന്നത്തെ ജോലിക്കാരെ ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല. എനിക്കിവിടെ വന്ന് 10 ദിവസം നിൽക്കാൻ സമയമില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഇതിനെ എല്ലാത്തിനും ഞാൻ സ്വൽപ്പം അടക്കി നിർത്തുമായിരുന്നു. അമ്മയ്ക്ക് എന്തിനായത് കാണുന്നുണ്ടായിരിക്കും. നീ ബോഡി വന്ന് നിനക്കെന്തറിയാം? അമ്മ വരും, കാപ്പി കുടിക്കാം. ഏതാണ്ട് കാണാത്തവരത് കണ്ടപ്പോ കണ്ടതൊക്കെ ദേവലോകം. ഒരു കൊച്ചമ്മയാണ് ഞാൻ വന്നിരിക്കുന്നു. ചേട്ടാ, ഇനി മതി. ചേട്ടനോ? എടാ, നിന്റെ തന്ത എന്നെ മുതലാളിനെ വിളിക്കത്തുള്ളൂ, അറിയാമോ? അത് ഉണ്ടെങ്കിലല്ലേ ചേട്ടാ? ഉണ്ടെങ്കിൽ അവൻ ഇല്ല. അതിന് മുതലാളി ഇപ്പൊ വരുമല്ലോ. ഇരിടവൻ. ചേട്ടാ, എനിക്ക് വശമില്ല ചേട്ടാ. ഒരു വെട്ടിയാമച്ചെന്നല്ലോ, ഒരു വെട്ടിയാമച്ചെന്നല്ല. കുടിടാ, കുടിടാ, കുടിടാ. വശമില്ല. ചേച്ചി, കാപ്പി. സുഖമില്ലാതെ ഇത്ര രാവിലെ എന്തിനാ എഴുന്നേറ്റത്? കാപ്പി ഗൗരിയുടെ കൈ കൊടുത്തയച്ചാ പോരായിരുന്നു. എനിക്ക് അസുഖമൊന്നും ഇല്ല ചേച്ചി. ഇല്ലേ? പിന്നെ ഗൗരി പറഞ്ഞത്? അവൾ എന്ത് പറഞ്ഞു? സാവിത്രിക്ക് എന്തോ അരുതാഴികയാണെന്ന്. എനിക്കൊന്നും അറിഞ്ഞൂടാ ചേച്ചി. ആ വിശേഷം അറിയാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ഈ കുടുംബത്തിലൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് എത്ര കാലമായി. ഞാൻ വഴിപാടും നേർന്നിരിക്കുക. ഭഗവതി എന്റെ മോളെ അനുഗ്രഹിക്കാതിരിക്കില്ല. കുഞ്ഞിനെന്താ മാങ്ങ തിന്നാൻ കൊതിയാണോ? അതെ, പുളിമാങ്ങ തന്നെ.
വയറ്റിലുണ്ടോന്ന്. വയറ്റിൽ ചോറുണ്ട്. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണതല്ലേ? കുറെ അഹങ്കാരികൾ പെണ്ണുങ്ങൾ കുന്തം. പാല് പാലോ? കുഞ്ഞുങ്ങളല്ലേ പാല് കുടിക്കാറുള്ളൂ. വലിയവരും പാല് കുടിക്കും. എനിക്ക് ഈ ആറ് തണുത്ത പാലൊന്നും ഇഷ്ടമല്ല. നല്ല ചൂടുള്ള പാത്രത്തിൽ നിന്ന് തന്നെ വേണം പാല്. നല്ല ചൂടുണ്ട്. വേണ്ട. സമ്മതിച്ചു. ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. പരിപൂർണമായി നീ എന്ന് വഴിപ്പെടുന്നുവോ അന്ന്. അതില്ലെങ്കിൽ വേണ്ട. അല്ല കൊച്ചേട്ടാ, എന്തിനാ ഈ പരാക്രമം കാണിക്കുന്നത്? അയ്യോ, ഞാൻ ഇതൊന്ന് പ്രവർത്തിപ്പിച്ച് അങ്ങോട്ട് വരാൻ ശ്രമിക്കുകയായിരുന്നു. കൊള്ളാം. ഇതേ കയറി വന്നാൽ 7-ാം പക്കമല്ലേ അത് എത്തത്തുള്ളൂ. ഇതിന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ളതല്ലായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ശ്രമിക്കുക. കാരണം വേർത്തൊലിച്ചു പോയി. ഒന്ന് സ്റ്റാർട്ടാക്കി കിട്ടിയിട്ട് അങ്ങോട്ട് വരാതിരിക്കുകയായിരുന്നു ഞാൻ കേട്ടോ. എന്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ചേട്ടന് ആവശ്യമുള്ളതെല്ലാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം റോസ്ലിൻ, ടെറാമെസിൻ, തരാമാസിൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ചേട്ടാ ഇത് സ്റ്റാർട്ട് ആകത്തില്ലേ? ഇത് ഒന്ന് ചൂടാവണം കേട്ടോ. നമുക്ക് അകത്തോട്ട് പോകാം. കൈപുണ്യം ഡിസ്പെൻസറി MBBS പുഷ്പാങ്കതൻ RMB. കൊച്ചേട്ടാ, സാധാരണ ഈ MBBS പേരിന്റെ പുറകിലല്ലേ എഴുതുന്നത്. ഈ MBBSന്റെ അർത്ഥം എന്താ? MBBS മൂലയിൽ ഭാസ്കരൻ ഭാനു സൺ. M മൂലയിൽ B ഭാസ്കരൻ, B ഭാനു, S സൺ. MBBS പുഷ്പാങ്കതൻ RMB. SSB, HFT, MP, KSB, BSC അതിട്ടോ. കൊച്ചേട്ടാ, മരുന്ന് തന്ന സ്ഥിതിക്ക് ഞാൻ എന്തിനാ അകത്തോട്ട് വരുന്നത്? സുഭാഷിണി എന്നെ വെറും കൈപുണ്യം ഡിസ്പെൻസറി ആയിക്കളത് കേട്ടോ. അയ്യോ ചേട്ടാ, പോണുണ്ടോ? എന്തോന്ന് പോണുണ്ടോന്ന്? ഇങ്ങും പോണില്ല. അതല്ലെന്ന്. പിന്നെ ഈ ഫോൺ വെച്ചിട്ടാണോ ഇത്രയും നാളായിട്ട് എന്നെ ഒന്ന് വിളിക്കാഞ്ഞത്? എന്റെ സുഭാഷിണിയമ്മ, ഇത് ഞാൻ ഒരു ഷോയ്ക്ക് വെച്ചിരിക്കും. ഞാനൊന്നല്ല, ഈ ഫോൺ വെച്ചിരിക്കുന്നവന്മാരെല്ലാം ഇതുപോലെ കള്ളഫോണാ വെച്ചിരിക്കുന്നത്. ഇതേ കൂടെ സംസാരിക്കാനൊക്കത്തില്ല. നോക്കിക്കോ, ഞാൻ വേണമെങ്കിൽ ചേമ്പ് മൂടോ പിഴുത് കാണിക്കുന്നവരെ വേണ്ടി ഇത് കാണിക്കണ്ട.
അവൾക്ക് വലിയ നിർബന്ധം. ഞാൻ ഇച്ചിരി ചെങ്ങാൻ പറ്റേ. നായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഇങ്ങനാണോടി രാമായണം വായിക്കുന്നത്? ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് രാമായണം വായിക്കാനും അറിയാൻ മേല, ഭാഗവതം വായിക്കാനും അറിയാൻ മേല. എനിക്കാണെങ്കിൽ കണ്ണൊട്ട് കാണാനും മേല. ഭഗവാനെ, നിനക്ക് മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന്? പുത്രകാമേഷ്ടിയാകും. ആര് നടത്തി? ദശരഥ മഹാരാജാവ്. എന്തിനു വേണ്ടി? മക്കളില്ലാത്തതിന്. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. മക്കളില്ലാത്ത കാരണം പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗാവസാനം പ്രസാദം കൊടുത്ത് 3 പേരും ഗർഭിണികളായി. ദശരഥ മഹാരാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. മക്കളില്ലാത്ത കാരണം പുത്രകാമേഷ്ടി യാഗം നടത്തി. യാഗാവസാനം പ്രസാദം കൊടുത്ത്